ഇനി പശ്ചിമേഷ്യയിലേക്കാണ്. ഇറാനുമായി നിലവിലുള്ള വെടിനിർത്തൽ അങ്ങേയറ്റം ദുർബലവും ഏത് സമയവും അവസാനിക്കുന്നതുമാണെന്ന് US പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വൈറ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം ആക്രമണം പുനരാരംഭിക്കുന്നതിനെ കുറിച്ചുൾപ്പെടെ ചർച്ച ചെയ്തു. രാജ്യത്തിന് നേർക്കുള്ള ഏതൊരു നീക്കവും ശക്തമായി ചെറുക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഗാലിബാഫ് പറഞ്ഞു. ട്രംപിന്റെ ത്രിദിന ചൈന പര്യടനം നാളെ ആരംഭിക്കും. ഇറാന് നൽകുന്ന സൈനിക പിന്തുണ നിർത്തണമെന്ന് ചൈനയോട് ട്രംപ് ആവശ്യപ്പെടും. MCA നാസർ വിവരങ്ങൾ നൽകുന്നുണ്ട്. നാസർ, അപ്പോൾ വീണ്ടും സംഘർഷങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാരണം ഇപ്പോഴുള്ള കരാർ അത് ദുർബലമാണ്, അത് ഏത് നിമിഷവും അവസാനിക്കുമെന്ന് പറയുമ്പോൾ അത്തരം ചില സാധ്യതകൾ കൂടി അമേരിക്ക പരിശോധിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അതൊരു ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു നീക്കം എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ അമേരിക്ക അത് ഉദ്ദേശിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചകൾ? ഒപ്പം തന്നെ ട്രംപിന്റെ ചൈന സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഇന്നലെ മണിക്കൂറുകളോളമാണ് വൈറ്റ് ഹൌസിൽ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, സൈനിക നേതാക്കളും, സൈനിക മേധാവികളും എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് US ഉദ്യോഗസ്ഥരെ വിളിച്ചു അവരുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ എന്തായാലും നാളെ ഇപ്പോൾ ചൈനയിലേക്കുള്ള ട്രംപിന്റെ പര്യടനം നടക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് മാത്രമായിരിക്കും ട്രംപ് ബീജിംഗിൽ നിന്ന് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തുക. തുടർന്ന് മിക്കവാറും ശനിയാഴ്ചയോടുകൂടി വളരെ നിർണായകമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ട്രംപ് തന്നെ കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. ആക്രമണം പുനരാരംഭിക്കുകയല്ലാതെ ഇനിയൊരു ചർച്ച ഇറാനുമായിട്ട് നടത്തുന്നതിൽ പ്രസക്തിയില്ല എന്നൊരു തീർപ്പിലേക്ക് ട്രംപ് എത്തിയതായിട്ടുള്ള സൂചനകളുണ്ട്. കാരണം വലിയ തോതിലുള്ള ഒരു സൈനിക നടപടിയിലൂടെ അല്ലാതെ ഇനി ഇറാനെ ഏതെങ്കിലും അർത്ഥത്തിൽ വരുതിയിൽ കൊണ്ടുവരിക എളുപ്പമല്ല എന്ന ഒരു വിലയിരുത്തലിലാണ് അമേരിക്ക എത്തിച്ചേർന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇറാൻ വളരെ പ്രഖ്യാപിതമായിട്ടുള്ള തങ്ങളുടെ നിലപാട് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിന് സൈന്യത്തിന് പൂർണ്ണ അധികാരമാണ് ഇപ്പോൾ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല മുജ്തബ ഖാംനഈ നൽകിയതെന്ന റിപ്പോർട്ടുകൾ കൂടി ഇറാനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും കുതിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. $105 മുകളിലേക്കാണ് ഇന്നിപ്പോൾ എണ്ണവില എത്തിയിരിക്കുന്നത്. ഈ പ്രതിസന്ധി ആഭ്യന്തരമായിട്ട് അമേരിക്കയും വലിയ തോതിൽ തന്നെ ഇന്ധന വില മാത്രമല്ല അവശ്യ വസ്തുക്കളുടെ വില ഉയരുന്നതും ഡെമോക്രാറ്റുകൾക്ക് കൂടുതൽ മേൽക്കൈ നൽകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആഭ്യന്തര സമ്മർദ്ദവും അതോടൊപ്പം തന്നെ വൈദേശികമായിട്ടുള്ള സമ്മർദ്ദവും ഇത് ശക്തമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ ട്രംപിനെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സൈനികമായിട്ടുള്ള നടപടിയിലൂടെ മാത്രം ഈ പ്രതിസന്ധി പരിഹരിക്കുക എളുപ്പമാവില്ല. പക്ഷേ ഹോർമുസ് തുറക്കുക, അതോടൊപ്പം തന്നെ ആണവ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീർപ്പിലേക്ക് ഇറാനെ കൊണ്ടുവരിക, ഈ രണ്ട് ലക്ഷ്യങ്ങളും ഇപ്പോൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ എന്നത് സൈനികമായി തന്നെ ആയിരിക്കും. തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം മുൻതൂക്കം നൽകുന്നതെന്നാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന വിവരങ്ങൾ. ജിൽസി, അപ്പോൾ വീണ്ടും സൈനിക നീക്കങ്ങളിലേക്ക് US കടന്നേക്കാനുള്ള സാധ്യത, അത്തരം സാധ്യതകൾ യോഗം ചർച്ച ചെയ്തു തുടങ്ങിയ വിവരങ്ങളാണ് MCA നാസർ നൽകിയത്.